ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തെളിവുകൾ പുറത്തുവിട്ട് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട്. 2019 ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത്. പുതിയ ബോർഡിനും വീഴ്ചയുണ്ടായി. തെളിഞ്ഞാൽ പ്രതിയാക്കട്ടെ എന്ന PS പ്രശാന്ത്. നിയമപരമായി നേരിടുമെന്ന് A പത്മകുമാർ. കുറ്റകരമായ ഗൂഢാലോചനയുടെ തെളിവുകൾ പുറത്തുവരുമ്പോൾ നടപടി ഉണ്ടാകുമോ എന്നത് ചോദ്യം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദിയിൽ നിന്ന്, ശ്രീ മഹേഷ് പണിക്കർ, ശില്പി, ശ്രീ TK രാജഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ D സുരേഷ് കുമാർ, CPM ൽ നിന്ന്. ആദ്യം നമുക്കിതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണം കേൾക്കാം. അവിടെ എന്താണോ ക്രോക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നത്, അതിന്റെ മേലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടും. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ച് ഒരു പരാമർശം വന്നിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമങ്ങളെ വന്നിടത്തോളം ബോർഡിനെ കുറിച്ച് പരാമർശം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ബോർഡിനെ കുറിച്ചുള്ള പരാമർശം വ്യക്തമാണ്. അതിൽ മാത്രമല്ല, ഈ FIR രണ്ടാമത്തെ FIR പ്രകാരം 8ാം പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ 2019 ആണ്. അതായത് ദേവസ്വം ബോർഡ് മെമ്പേഴ്സിന് കൃത്യമായി വീഴ്ച വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവർ പ്രതിസ്ഥാനത്ത് നിർത്തി കേസിൽ അന്വേഷണ വിധേയം ആകേണ്ടതുണ്ട് എന്ന അന്വേഷണ സംഘത്തിനും കോടതിക്കും വിജിലൻസിനും ബോധ്യമായ സ്ഥിതിക്ക് രാഷ്ട്രീയമായും നിയമപരമായ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. നോക്കൂ മാധു, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി ഡൽഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വന്നയിടത്ത് വെച്ച് ദേവസ്വം ബോർഡിന് പങ്കുള്ളതായി മറ്റ് വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. എത്രമാത്രം സുതാര്യമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നത് ആ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ പുറത്തു വരുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതുവരെ നമ്മൾ നിരന്തരമായി ഈ വിവരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാമർശങ്ങളും ഇല്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തും. കേരളത്തിന്റെ മന്ത്രിമാരും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ CPM-നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാരും ഒരു തരത്തിലും സങ്കോചം കൂടാതെ കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളെയും നോക്കി പറഞ്ഞിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സുതാര്യമായ അന്വേഷണം, ആ അന്വേഷണം ആറാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 2 ആഴ്ചയ്ക്കൊരിക്കൽ അന്വേഷണ പുരോഗതി കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കൃത്യമായി അറിയിക്കണമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നമ്മുടെ മുമ്പേ നിൽക്കുമ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴാണ്, ഓരോ ദിനവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും കഴിയുമ്പോഴാണ് അന്വേഷണത്തിൽ ആർക്കൊക്കെ വീഴ്ച വന്നു പോയിട്ടുണ്ട്, ആരൊക്കെ കൃത്യമായി ഗ്രഹപാഠം ചെയ്യാതെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, ആരൊക്കെ വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി ഇതിനകത്ത് വളരെ ക്രിമിനൽ കോൺസ്പിറസി നടത്തിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളുടെ മലയുടെ ഒരറ്റം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഇതിനകത്ത് പല ആളുകളും പല രൂപത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? മുരാരി ബാബുവിനെതിരെ നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഇതേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് തന്നെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ വിജിലൻസിന്റെ പരാമർശങ്ങളും അതേ കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കലുമാണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 നീതി എന്നുണ്ടോ? അല്ലല്ല മാധു, നമുക്ക് അനുസൃതമായി ഇപ്പോൾ മാതൃഭൂമിക്കും ബഹുമാനപ്പെട്ട മാധുവിനും അനുസൃതമായി ഇതിലെ കാര്യങ്ങൾ നിർവചിക്കാം. എനിക്ക് വേണമെങ്കിൽ എനിക്ക് അനുസൃതമായി ഈ കാര്യങ്ങൾ നിർവചിക്കാം. ഇവിടെ ഇരിക്കുന്ന മറ്റ് പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് അവരവർക്ക് ഇതിനകത്തെ കാര്യങ്ങൾ നിർവചിക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ദേവസ്വം ബോർഡ് അടിവരയിട്ട് പറയുകയാണ് 2019 ദ്വാരപാലക ശില്പ നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുകയാണ്. ആ വാക്ക് മുഖവിലക്കെടുത്താണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രൂപത്തിലുള്ള കൃത്രിമം ശില്പത്തിന്റെ നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്നോ? അല്ല, അനുമതി നൽകിയിട്ടില്ല എന്നാണ് അടിവരയിട്ട്
ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അന്വേഷണത്തിലൂടെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് പുറത്തു വരേണ്ടത്. അതല്ല, അതിനെ ഇവർ പറയുന്നത് കള്ളമാണ്, ഇവര് നവീകരണ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്ററി എവിഡൻസ് പുറത്ത് വരുന്നത് വരെ നമ്മൾ ഇവർ പറയുന്നതിനകത്തല്ലേ നിൽക്കാൻ കഴിയുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുള്ള മുരാരി ബാബു എന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു തരത്തിലും ഒരു സങ്കോചവും ഇല്ലാതെ പറഞ്ഞു, ചെമ്പുപാളികളാണ് ഞങ്ങൾ നവീകരണത്തിനായി കൊടുത്തയച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണ റിപ്പോർട്ട് പുരോഗതിയുടെ അടിസ്ഥാനത്തിലും വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വരുന്നത്? അതങ്ങനെയല്ല. സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ ആർക്കോ വേണ്ടി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കള്ളം പറഞ്ഞു എന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഭാഗം അന്വേഷണത്തിന്റെ ഏതെങ്കിലും ശകലം എടുത്തു വെച്ചിട്ട് അതാണ് ഇതിന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്ന രൂപത്തിൽ ഇതാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം. ഇതിൽ ശകലം ഒന്നുമില്ല. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്ന 10-24 പേജുകൾ മുഴുവനും അല്ല, മാധു പറയുന്നത് തെറ്റാണ്. ഞാൻ പറയാം. 6 ആഴ്ച കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. ശ്രീ ഡി സുരേഷ് കുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെഡിങ്ങിൽ അവരുടെ ആ ലെറ്ററിൽ തുടങ്ങുന്ന റിപ്പോർട്ട് വിശ്വസ്തയോടെ സുനിൽകുമാർ വി IPS സൂപ്രണ്ട് ഓഫ് പോലീസ് സമർപ്പിക്കുന്നു എന്ന് വരെയുള്ള ഒപ്പുവെച്ച പേജ് വരെ 24 പേജുകൾ എന്റെ കൈവശമുണ്ട്. മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഇന്ന് ഈ റിപ്പോർട്ടിന്റെ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ഇതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിൽ കൃത്യമായ ഗൂഢാലോചന വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ FIRൽ 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇത് പൂർണ്ണ രൂപമല്ല. 6 ആഴ്ച കഴിഞ്ഞാലേ ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരികയുള്ളൂ എന്ന് അങ്ങ് പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാധു, ഭാഗികമായ റിപ്പോർട്ടിന്റെ ഭാഗം മാത്രം വെച്ചുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. ഭാഗികമാണെന്ന് അങ്ങ് പറയും. ശരി, അങ്ങനെയാണെങ്കിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എത്ര പേജുണ്ട്? അല്ല, ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. മാധ്യമങ്ങൾക്ക് ഞാനത് കണ്ടിട്ടില്ല. വളരെ അല്ല, കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് 6 മാസമാണ് അന്വേഷണ പരിധി 6 ആഴ്ചയാണ് അന്വേഷണ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇടക്കാലമായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ട് വെച്ചിട്ടല്ല ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ്. എന്റെ കൈവശം ഇരിക്കുന്ന അങ്ങ് കണ്ടിട്ടില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത റിപ്പോർട്ട് ഭാഗികമാണെന്ന് അങ്ങ് പറയുന്നതിന്റെ അടിത്തറ എന്താണ്? അതൊരു കടുത്ത ആരോപണമായി പോയല്ലോ ശ്രീ സുനിൽകുമാർ. അല്ല, അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് അന്വേഷിക്കുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, 2 ആഴ്ചയിലൊരിക്കൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ പ്രശ്നം വിജിലൻസിന്റെ റിപ്പോർട്ടാണ്, SITയുടെ റിപ്പോർട്ട് എന്ന് അങ്ങ് പറയുന്നു. അതാണ് പ്രശ്നം. അല്ലല്ല, വിജിലൻസിന്റെ റിപ്പോർട്ടായിരുന്നാലും ശരി, SITയുടെ റിപ്പോർട്ടായിരുന്നാലും ശരി, ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയെ കൊണ്ടുള്ള അന്വേഷണമായിരുന്നാലും ശരി, ഈ അന്വേഷണങ്ങൾക്കൊന്നും ഒരിക്കലും വിഘ്നം നിൽക്കുന്നതിനുള്ള പ്രവണതയല്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മറിച്ച് ചോദിക്കുന്നത് പ്രേക്ഷകരിൽ, വിശ്വാസികളിൽ, കേരളത്തിലെ ജനങ്ങളിൽ ടോട്ടലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ട് പറയുന്നു, പരമാധികാരം പൂർണ്ണ രൂപമല്ല കൈവശമിരിക്കുന്ന രേഖ എന്ന ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതോ ഈ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൻ പ്രകാരം പോലീസ് എടുത്തിരിക്കുന്ന, അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന 2 FIRകളിൽ 2019 ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനെ പ്രതിയാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഭാഗികമാണ് എന്ന് പറയുന്നതാണോ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? മാധു, ആങ്കറുടെ പരമാധികാരം പ്രയോജനപ്പെടുത്തി വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
അല്ല ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രവണത അതൊട്ടും ശരിയായ കാര്യമല്ല. ഇവിടെ ഇപ്പം വളരെ നിർണായകമായ ഒരു കേസിൻ്റെ വിവരത്തെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന പ്രതിയെ ചേർത്തതും അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള പ്രതികളുടെ നിരപരാധിത്വം തെളിയിക്കലുമല്ല എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ ഡ്യൂട്ടി അതല്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് നമുക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിന് വ്യഗ്രത കാണിക്കണം നമ്മൾ? ആ അന്വേഷണത്തിന്റെ പൂർണ്ണത പുറത്തു വരട്ടെ. ഇന്നിപ്പോൾ നിങ്ങൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ അന്വേഷണം നടക്കട്ടെ, പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പൂർണ്ണ വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ മറയ്ക്കാനോ ഒളിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? പിന്നെ ഒരു കാര്യം പിന്നെ ഇവിടെ ബാക്കി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നെ, ഇടതുപക്ഷത്തെ സർക്കാരിനെ ഇരുട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. ഞാൻ അടിവരയിട്ടതാ ഉറപ്പായി പറയുന്നു, പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ചില ആളുകളെയെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയതും സംശയിച്ചതും തെറ്റായിപ്പോയി എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ എനിക്ക് ആവർത്തിച്ച് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, പൂർണ്ണ രൂപം പുറത്തു വരും എന്ന് ശ്രീ സുരേഷ് കുമാർ പറയുന്നത് അന്വേഷണത്തിന്റെ SITയുടെ അന്വേഷണത്തെ കുറിച്ചാണ്. SITയുടെ അന്വേഷണത്തെ കുറിച്ച് ഞാനിവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജിലൻസ് SP ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം എടുത്ത മൊഴികളുടെയും ശേഖരിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിജിലൻസ് SP കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം വെച്ചുകൊണ്ടാണ്. ഇതൊന്നും ഞങ്ങളുടെ ആരോപണങ്ങളോ ഇതൊന്നും മാധ്യമങ്ങൾ സർക്കാരിനെ ഇരുട്ടിൽ നിർത്താൻ വേണ്ടി പുറത്തു കൊണ്ടുവന്ന വാദങ്ങളോ അല്ല. 24 പേജുകളിൽ ഇതിന്റെ ഓരോ പ്രധാനപ്പെട്ട സെന്റൻസുകൾക്കടിയിലും നമ്മൾ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ 24 പേജുകളിൽ കുറ്റം എണ്ണി പറഞ്ഞ, അഴിമതി എണ്ണി പറഞ്ഞ, അച്ചടക്കമില്ലായ്മ എണ്ണി പറഞ്ഞ, കർത്തവ്യ പ്രശ്നം എണ്ണി പറഞ്ഞ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം ഇനി പുറത്തു വരാനില്ല. ഇനി പുറത്തു വരേണ്ടത് അന്വേഷണം ആരംഭിച്ച SITയുടെ റിപ്പോർട്ടാണ്. SITയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് ബാക്കിയാവുകയും ചെയ്യാം. ശ്രീ RV ബാബു, 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർക്കാൻ അന്വേഷണ ഞാൻ ദീർഘമായ ഇത് വെച്ച് കൺക്ലൂഡ് ചെയ്യാനാണോ തീരുമാനം? ഇത് വെച്ച് കൺക്ലൂഡ് ചെയ്യാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അതാണ് കോടതി തീരുമാനിച്ചിട്ടില്ല. കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 6 ആഴ്ചയാണ് അന്വേഷണ പരിധി. ഞാൻ അങ്ങയോട് കൺക്ലൂഡ് ചെയ്യാനോ, ഞാൻ അങ്ങയോട് SITയുടെ അന്വേഷണത്തിന് മുൻപ് തയ്യാറായിട്ടില്ല. ഞാൻ അങ്ങയോട് പറഞ്ഞ എന്താണ്, മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇതിൽ കാണിക്കുന്നു. ഇതുവരെ ദേവസ്വം ബോർഡിനെ പറ്റി പരാമർശം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഞാൻ കൃത്യമായി ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്ത അടക്കമുള്ള കാര്യങ്ങളും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ചോദിച്ചിട്ട് ഇതുവരെ എന്നുള്ളത് ഇനി നിലനിൽക്കില്ലല്ലോ, ഇനി നടപടി ഉണ്ടാകുമോ എന്നേ ചോദിച്ചുള്ളൂ. മറ്റൊന്നും, ഒരു വിധി പ്രഖ്യാപനവും ഒരു പരമാധികാര പ്രകടനവും എന്റെ അജണ്ടയിലല്ല. ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് കുമാർ, ശ്രീ RV ബാബു, 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർക്കാനുള്ള തീരുമാനമെടുത്ത ഇപ്പോൾ സമയം 7:42 നമ്മൾ മാത്രമാണ് സംസാരിച്ചത്. ഞാൻ ആവർത്തിച്ച് ഇടപെട്ടു എന്ന് അങ്ങ് പറയുമ്പോഴും കൂടി 5 തവണ ഇടപെട്ടു. ഏതാണ്ട് 12 മിനിറ്റ് ഇടയ്ക്കാണല്ലോ. അപ്പോഴും അങ്ങേക്ക് മിനിമം ഓരോ കാര്യം പറയാനും 2 മിനിറ്റ് വീതം വിട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് വഴങ്ങണം. ഇല്ലല്ല, ഞാൻ അങ്ങനെ വരാം. ശരി, പറയൂ. പിണറായി പറയുന്നത് വരെ ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് ഞാൻ പറഞ്ഞോ? അതാണ് വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ എന്തിനാണ് പ്രേക്ഷകരുടെ മുന്നിൽ പട്ടാപ്പകലാണെന്ന് പറയല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വരെ ദേവസ്വം ബോർഡിനെ പറ്റി പരാമർശം ഉണ്ടായിട്ടില്ല. പരാമർശം ഉണ്ടായല്ലോ, ഇനി നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് പരാമർശം ഉണ്ടായെന്നാണോ അതിന്റെ അർത്ഥം? ആണോ? ശരി, അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒന്ന് വഴങ്ങണേ. ബാബു, 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർക്കാനുള്ള തീരുമാനം വരുമ്പോഴും പ്രാഥമികമായ ഉത്തരവാദിത്തം എന്നുള്ളതെങ്കിലും ഏൽക്കണമല്ലോ. പ്രതി ചേർക്കാനുള്ള ഉത്തരവാദിത്തം വരുമ്പോൾ അതിന് മറുപടി ഉണ്ടാവുമല്ലോ. ഞങ്ങളത് നിയമപരമായി നേരിട്ട് കൊള്ളാം എന്നുള്ളതാണ് പത്മകുമാറിന്റെ ഇന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത്. എന്നേക്കാൾ ഇതിന് ഉത്തരം പറയേണ്ട പലരും ഉണ്ടാകും എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു പത്മകുമാർ. മാധു, ഇവിടെ CPM-ന്റെ പ്രതിനിധി വന്നിട്ട്
പൊതുസമൂഹം മുഴുവൻ വിഡ്ഢികളാണ് എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. തുടക്കം മുതൽ അങ്ങനെയായിരുന്നു. ഈ കേസ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ സ്വർണം തന്നെ പോയിട്ടില്ല, സ്വർണം പോയി എന്നുള്ളതൊക്കെ വെറും പ്രചരണമാണ്, നിങ്ങൾ ഇനി കണ്ടറിയേണ്ടി എക്സാലോജിക്കിൻ്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞിട്ട് അന്ന് വിധി വരെയും ചെയ്തൊരു ദിവസം ഒക്കെ ഈ ചർച്ചയിൽ നമ്മളൊക്കെ പങ്കെടുത്തതാണ്. അപ്പോൾ എക്സാലോജിക്കിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ സ്വർണം തന്നെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉദ്യോഗസ്ഥലത്തിലെ വീഴ്ച മാത്രമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ ഇവിടെ നേരത്തെ പറയുണ്ടായി ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്നെ 2019 ഉണ്ടായില്ല എന്ന്. അങ്ങനെ പറഞ്ഞില്ലേ മാധു? 2019 ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവ് തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. 2019 ഉത്തരവിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ആ ഉത്തരവ് തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തും ഉള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളും കൂടാതെ തെക്കുവടക്ക് മുകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകളും ഇളക്കി മഹസർ പ്രകാരം തൂക്കം, അളവ് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനും തിരുവാഭരണം കമ്മീഷണറുടെ മേൽത്തോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ആയതിനു ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ അനുവദിച്ച് ബോർഡ് ഉത്തരവാകും. തിരികെ വയ്ക്കുന്നതിനും അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഒപ്പ് സെക്രട്ടറി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ഉത്തരവനുസരിച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് ഇത് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ബോർഡ് കൂടിയ യോഗത്തിലെടുത്ത തീരുമാനമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് സുരേഷ് കുമാർ ഒരു ഉളുപ്പുമില്ലാതെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവില്ല എന്ന് ഇവിടെ പറയുന്നു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവില്ല എന്ന് പറയുന്നു. ഇവിടെ സുരേഷ് കുമാർ, ഞാൻ ചോദിക്കട്ടെ മാധു, ഈ മുരാരി ബാബുവിനെ എതിരെ കേസെടുത്തിരിക്കുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തല്ലോ. ഏത് അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ആ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാരണങ്ങൾ അതെ, അതുകൊണ്ടാണ് പറഞ്ഞേ സുരേഷ് കുമാർ, നമ്മളൊക്കെ ഈ കേൾക്കുന്ന പ്രേക്ഷകർ മുഴുവൻ മണ്ടന്മാരാണ്. അതേ കാരണം തന്നെ 9 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അതേ കാരണം തന്നെ ദേവസ്വം ബോർഡിലെ അന്നത്തെ അംഗങ്ങളായിട്ടുള്ള പത്മകുമാർ, ശങ്കരദാസ്, രാഘവൻ എന്നിവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ അവർക്കെതിരെ നിലനിൽക്കുന്നില്ലേ? എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? അതിന് ഉത്തരം പറയണ്ടേ? ഇവിടെ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം ദേവസ്വം ബോർഡിനെതിരെ ഒരു പരാമർശം വന്നിട്ടില്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ വന്നിട്ട് മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 10 മണിക്കൂറായില്ലേ? രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇത് ആവർത്തിച്ച് പറയാണ്. ഇതിനകത്ത് തന്നെ 5/7/2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സെക്രട്ടറി ശ്രീമതി ജയശ്രീ ഒപ്പിട്ട് നൽകിയിരിക്കുന്ന ഉത്തരവ് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് കല്ലോട് കല്ല് വായിച്ചതിന് ശേഷം 10-25 ആവർത്തി വായിച്ചതിന് ശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി തന്നെ ഇതിനെ തള്ളി പറയുകയാണ് എങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അതിന് വലിയൊരു ഘടകവിരുദ്ധത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപും ചർച്ചകൾ ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ദേവസ്വം വിജിലൻസിനെ അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടില്ലേ? അവരൊന്ന് അന്വേഷിക്കുക, നിങ്ങളൊന്ന് അടങ്ങ് എന്നാണ് പറയുന്നത്. അവരൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങളൊന്ന് അടങ്ങ്, ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പം നമുക്ക് പ്രതികരിക്കാം. ഇപ്പൊ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നു, അതിന് പ്രകാരം കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ കേസിൽ 2019 ദേവസ്വം ബോർഡ് പ്രതിയാകുന്നു. ഇനി എന്താ പറയാ? SIT FIR ഇട്ടിട്ടുണ്ടല്ലോ, ഇനി അന്വേഷിക്കട്ടെ. അല്ല, ഇത് രക്ഷപ്പെടാൻ നടത്തുന്ന കുറെ കളികളാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഒരു മുഖ്യമന്ത്രിയുടെ പദവിയിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞില്ലേ? അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പ്രസ്താവന നടത്തിയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ അതിനകത്ത് CPM-ന്റെ സെക്രട്ടറി MV ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കതിനകത്ത് വിഷമമില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. മുഖ്യമന്ത്രിക്ക് അത് പറയാമോ? മുഖ്യമന്ത്രി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറാണ് ഈ ദേവസ്വത്തിന്റെ സാധനം അദ്ദേഹം അറിയാതെ അവിടെ നിന്ന് 2025 കൊണ്ടുപോയതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്തത് അത് ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുമോ? സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയത് സ്പെഷ്യൽ കമ്മീഷണറാണ് എന്ന് പറയുമോ? അപ്പോ തികച്ചും രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രസ്താവനയല്ല നമുക്കിവിടെ ആവശ്യം. ഇവിടെ ശബരിമല കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, ദേവസ്വം ബോർഡ് അതിന് കൂട്ടുനിന്നിരിക്കുന്നു,
ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം അതിന് കൂട്ടുനിന്നിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് വിശ്വാസികളുടെ നെഞ്ച് പിളർക്കുന്ന ഒരു വാർത്തയാണ്. ഇത് കുറെ കാലങ്ങളായിട്ട് ശബരിമല നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് സംവിധാനങ്ങളിൽ മുഴുവൻ ഈ തരത്തിലുള്ള കൊള്ളയും കൊള്ളിവെപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭക്തന്മാരെ വേദനിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പിനെ സംബന്ധിച്ച് ദിവസേന വർത്തമാന പത്രങ്ങൾ, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ അത് കാണുന്ന സമയത്ത് അവരുടെ നെഞ്ചു പിടയ്ക്കുന്നു മാധു. അതാണ് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളിപ്പോ ശബരിമലയെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നു. ഗുരുവായൂരിൽ നടക്കുന്നത് എന്താ? ഈ കഴിഞ്ഞ 2 മാസം മുൻപാണ് തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ PS മഹേന്ദ്രകുമാർ കൊടുത്ത ഹർജിയിൽ ആ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് വിഭാഗം കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റിൽ പറഞ്ഞത് 80 ലക്ഷം രൂപ അവിടുത്തെ CCTV ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നഷ്ടം വന്നിരിക്കുന്നു. 27 ലക്ഷം രൂപ അവിടുത്തെ ഗോൾഡ് ചെയിൻ, ഗോൾഡ് ലോക്കറ്റ് വിൽപ്പനയിലെ പണം ബാങ്കിൽ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് 27 ലക്ഷം രൂപയുടെ ഷോർട്ട് കാണിക്കുന്നു. 2019, 20, 21, 22 വർഷങ്ങളിൽ 27 ലക്ഷം രൂപയുടെ ഷോർട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഓഡിറ്റ് വിഭാഗമാണ് മാധു. ഇതെല്ലാം ഓരോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സംഭവമാണ്. നിങ്ങൾ മാധു ന്യൂസ് തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടല്ലോ, കഴിഞ്ഞ 1 വർഷം മുമ്പാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഈ അറ്റകുറ്റപ്പണികൾ നടത്തിയതിന് ശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം അത് നാട് മുഴുവൻ കൊണ്ടു നടന്ന് ഘോഷയാത്ര നടത്തി, കണ്ട ആളുകളുടെ മുഴുവൻ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ നടത്തി, ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങളുടെയോ കാവുകളുടെയോ പരിസരത്തിൽ കൊണ്ടുവച്ച് പൂജ നടത്തി, അന്യായമായ ധനസമ്പാദനം നടത്തിയിരിക്കുന്നു, അതിനൊപ്പം തന്നെ പേരും പെരുമയും നേടിയിരിക്കുന്നു എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാളെ ഏകപക്ഷീയമായി ഉത്തമ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പേരിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആളുകൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ നാട് മുഴുവൻ ഘോഷയാത്ര നടത്താനുള്ള അനുമതി എങ്ങനെയാണ് ഒരാൾക്ക് ഏകപക്ഷീയമായി സർവാധികാരത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക? ഇല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവരെന്നാണ് ഇപ്പം ഇളക്കിയത്. അത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. എന്താണ് സെപ്റ്റംബർ 7-ന്റെ പ്രത്യേകത? അന്ന് പൗർണമിയാണ്, അന്ന് ചന്ദ്രഗ്രഹണമാണ്. കേരളത്തിലെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും ഈ ചന്ദ്രഗ്രഹണത്തിന് അടയ്ക്കും. ആ ചന്ദ്രഗ്രഹണ സമയത്താണ് ഇവർ ഇളക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് പുള്ളിയുടെ വിശ്വാസത. പുള്ളി ചന്ദ്രഗ്രഹണ സമയത്ത് ഒരു മഹാസംഭവത്തിൻ്റെ, മഹാക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നാസാരന്ധ്രങ്ങളായിട്ടാണ് ഈ ദ്വാരപാലകരെ നമ്മൾ കാണുന്നത്. 2 ഇടയും പിങ്ങളായിട്ടുള്ള 2 നാസാരന്ധ്രങ്ങളാണ്. അതിൽ കൂടെയാണ് ദേവൻ്റെ പ്രാണൻ പോവുകയും വരികയും ചെയ്യാമെന്ന് പറയാം. ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന അതിനകത്തൂടെ അതിൻ്റെ പാളി തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് ചന്ദ്രഗ്രഹണത്തിനാണ് ആക്ച്വലി ഈ പറഞ്ഞ ദൈവിക ചൈതന്യത്തിന് ഇച്ചിരി ഒരു കുഞ്ഞിനെ പോലെ തന്ത്രിയും മറ്റ് പൂജാരിമാരും ഒക്കെ ആ സമയത്ത് ഭക്തരെ പോലും അടുപ്പിക്കില്ല, പൂജ നടത്തത്തില്ല, ഫുള്ള് അടച്ചിട്ട് അമ്പലം ഫുള്ള് ക്ലോസ് ചെയ്യും. അത്രയ്ക്ക് ഇതായിട്ടാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നമ്മൾ കാണുന്നത്. കാര്യം ഈ അയ്യപ്പ വിശ്വാസത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും. പക്ഷേ അയ്യപ്പന് പ്രത്യേകത ഉണ്ട്. വെറും വൈദികവും താന്ത്രികവും തന്നെ അല്ല, അവിടെ ഒരു സിദ്ധ പരമ്പരയുണ്ട്. 3ാമതൊരു ലൈനൂടെ അവിടെ ഉണ്ട്. ആ സിദ്ധ പരമ്പരയുടെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ നെയ്യഭിഷേകം എന്ന് പറഞ്ഞ സാധനം പഴയ തേനഭിഷേകം ഈ സിദ്ധ പരമ്പരയുടെയാണ്. മകരവിളക്ക് സിദ്ധ പരമ്പരയുടെയാണ്. മണിമണ്ഡപം സിദ്ധ പരമ്പരയുടെയാണ്. പുലിപ്പാണി സിദ്ധ എന്ന് പറയുന്ന വ്യാഘ്രപാതരുടെയൊക്കെ ഒരു വലിയ അയ്യപ്പൻ്റെ ഗുരുവായിട്ടുള്ളൊരു സംഭവമാണ്. 18 സിദ്ധന്മാരുടെ 18 പടികൾ അങ്ങനെ കണക്കാക്കുന്നുണ്ട്. അവരുടെ ഒരു ഇതായിട്ടുള്ളൊരു ഏരിയയുടെ ഇതാണത്. അപ്പം അത്രയ്ക്കൊക്കെ വളരെ വിശാലമായ രീതിയിൽ വിഘ്നഹന്ത്രി, ശത്രുഹന്ത്രി എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള അവരുടെ ഗാഡ്സ്, ഏറ്റവും അവരുടെ എന്താ പറയുക മൈന്യൂട്ട് മർമ്മത്തിൽ, നമ്മളിപ്പം ഈ മർമ്മത്തിലൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അമൃതകല, വിഷകല എന്നൊക്കെ പറഞ്ഞ് 15 ദിവസം മേലോട്ട് പോവുകയും 15 ദിവസം താഴോട്ട് പോകുന്ന സാധനത്തുണ്ട്. അതിൻ്റെ ഉച്ചിമർമ്മത്തിൽ തന്നെ അടിക്കുന്ന ഒരു കളരിയ സമ്പ്രദായത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു ടെക്നിക്ക് സംഭവമാണ്. ആ സംഭവത്തിൽ ആ സമയത്താണ് ഇതൊക്കെ ഇളക്കുന്നത്. അതൊക്കെ വളരെ നമുക്ക് ആ കോറി നിൽക്കുന്നവർക്ക് അതിൻ്റെ ആ വേദന മനസ്സിലാകത്തുള്ളൂ. വളരെ ഒരിക്കലും തന്ത്രിയോ അല്ലെ മറ്റു പൂജാരികളോ ആരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അവർ അജ്ഞരായിരിക്കാം. അവർ സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ആ ദിവസം നടക്കുന്നത്. പക്ഷെ മറ്റേവർ ഇത് അറിഞ്ഞുകൊണ്ടാണ്. ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന നമ്മൾ പഴയ യോധയുടെ ഒരു സിനിമയ്ക്കകത്തൊക്കെ കണ്ട ഈ തീമൊക്കെ ആ സിനിമയിലെ ഇതായിട്ടുണ്ട്. അത്രമാത്രം ഭീകരമാണത്. നമ്മളത് മനസ്സിലാക്കണം. കാര്യം ഇവരിങ്ങനെയാണ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതാണ് അവരുടെ വില. ആ ഒരു വില എന്ന് വെച്ചാൽ ഈ സമയത്ത് അവിടെ നിന്ന് എടുത്ത ഒരു സംഭവം.
അപ്പം അതിന് ഇത്ര വിലയുണ്ട്. കാര്യം അതേ രീതിയിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ ഈ കാര്യങ്ങളെ ഈ വിശ്വാസങ്ങളെയും ഈ പറഞ്ഞ ആചാര്യ തലത്തിൽ ബോധ്യമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പറയിൽ നിൽക്കുന്നത്, ബാക്ക് എൻഡിൽ നിൽക്കുന്നത്. അതാണ് ഉണ്ണികൃഷ്ണപിള്ളയൊക്കെ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഈ ശനിദേവനും നവഗ്രഹ ക്ഷേത്രങ്ങളും നവഗ്രഹ തോഴനൊക്കെയാണ് അയ്യപ്പന്. അപ്പം ആ രീതിയിൽ സമസ്ത ചരാചരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയാണ് ഇവർ വിൽക്കുന്നത്. അപ്പം ആ വിൽപ്പനയ്ക്ക് വില എന്ന് വെച്ചാൽ അയ്യപ്പനെ സംബന്ധിച്ച് ഇരുമുടി കെട്ടി വരുന്ന ഒരു പിടി അരിയും അല്ലെങ്കിൽ നാളികേരത്തിനകത്തുള്ള ഒരു 2 തുടം നെയ്യും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിജയമല്യയുടെ 30 കിലോ സ്വർണ്ണമൊക്കെ ഒരേപോലെ ഉള്ളൂ. അയ്യപ്പന് ഇതൊന്നും വ്യത്യാസമല്ല. അതിനെ വില അദ്ദേഹം ഒരേപോലെ കൽപ്പിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ചൈതന്യം ലോകത്തിങ്ങനെ ഓരോ ദിവസവും ഇരട്ടി ആൾക്കാരായിട്ട് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളിപ്പോഴാണ് ഈ മാസപൂജയും ഈ 41-50 ദിവസമൊക്കെ അമ്പലം തുറക്കുന്നതൊക്കെ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് 10-15 ദിവസത്തെ സമയം മാത്രമേ ഉള്ളൂ നാട്ടുകാർക്ക് അവിടെ പ്രവേശനം. ബാക്കി സമയത്ത് ഈ നിഗൂഢമായ ആചാര രീതികളും പൂജയും അദ്ദേഹം വളരെ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് വളരെ എന്താ പറയുക, എനിക്കത് കൂടുതൽ അങ്ങനെ ഇത് പറയാനും പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് ഇതുള്ള ഒരു സംഭവത്തിനെയാണ് ഇവർ ഈ പൂജാരി വർഗ്ഗങ്ങളും ഈ അധികാരവർഗ്ഗങ്ങളും ഈ ബാക്കിയുള്ളവരും എല്ലാം കൂടെ ചേർന്ന് നിന്നിട്ട് ഇതിനെ ഒരു വിൽപ്പന ചരക്കായിട്ട് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ഇത് ചർച്ച ചെയ്യത്തക്ക രീതിയിൽ എത്തിയിരിക്കുന്നത്. അത് വളരെ ക്രൂരമാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മഹാചൈതന്യം എന്തുകൊണ്ടോ അങ്ങനെ രീതി വന്നുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന ഏത് ശക്തി ആയാലും അത് ഹിന്ദുമതത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വിഗ്രഹാരാധനയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ ശബരിമല ക്ഷേത്രം പോലെ ഒരു സ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ്. അത് ഉറപ്പായിട്ട് നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല. ഈ ഹൈക്കോടതിയുടെ ഇടപെടലും ഈ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ഇടപെടലും കൊണ്ടൊക്കെയാണ് ഇത് ഇത്രയെങ്കിലും ഒക്കെ വന്നിരിക്കുന്നത്. കാര്യം ഓരോ ദിവസവും അതിനനുസരിച്ച് അദ്ദേഹം ഓരോരോ ക്ലൂസ് തന്നതെന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളം ഞെട്ടുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എങ്ങനെ ഇത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റത്തില്ല. കാര്യം അത് അത്രയ്ക്ക് മറക്കപ്പെടേണ്ട സാധനമാണ്. പക്ഷെ അതെല്ലാം തുറന്നു വന്നു. അതുപോലെ തന്നെ SIT ഇപ്പോൾ അന്വേഷണം വന്നിട്ടുണ്ട്. അവരുടെ അന്വേഷണം വരട്ടെ. അത് പൂർണ്ണമായിട്ടും വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എല്ലാവരും എക്സ്പോസ് ചെയ്യപ്പെടും. ഈ ഒരു സംഭവത്തിന് ഈ ഒരു സമ്പ്രദായം തന്നെ മാറ്റപ്പെടും. കാര്യം ഇനി വരുമ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് നമുക്ക് വളരെ ഇതായിട്ട് ലോകത്തിന് മൊത്തം ഇതായിട്ട് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിസ്റ്റമാണിത്. ആ ഒരു അയ്യപ്പ തീർത്ഥാടനം എന്ന് പറയുന്നത്. കാര്യം മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ദൈവവിശ്വാസത്തെ നീ തന്നെയാണെന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു വിശ്വാസം, ജാതിയോ മതയോ വർഗമോ ദേശമോ ഒന്നുമല്ലാത്ത ഒരു വിശ്വാസം, അതിന് തകർക്കാനുള്ള ശ്രമമാണ്. അത് ഇത്രയൊക്കെ വന്നു. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിയും വരട്ടെ. ഞാൻ എന്തായാലും വിശ്വാസമുണ്ട്. കാര്യം SITയുടെ അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോകും. അതിൻ്റെ യഥാർത്ഥ കോറിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം പിടിച്ചു മാറ്റപ്പെടും. അവരെല്ലാം വാനിഷ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ TK രാജഗോപാൽ, ഇതിപ്പോൾ ഈ 2 പേർ, ഈ മുരാരി ബാബുവും അടക്കമുള്ള 2 പേർ, അവർ 98-ൽ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ 98-ൽ 30.3 കിലോ സ്വർണം അവിടെ കൊണ്ടുപോയി പതിപ്പിച്ചതിനടക്കം സാക്ഷികളായിരുന്ന ആളുകളാണ്. അവർക്ക് ഇത് ഒരു ചെമ്പ് തകിടാണ് എന്ന് ഒരു തരത്തിലുള്ള ചിന്ത പോലും വരേണ്ട ആവശ്യമില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ മനഃപൂർവമായ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് അന്വേഷണ തലവന് തോന്നുന്നത്, ഈ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം, ഇപ്പം പഴയ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാസത്തിലൊരിക്കൽ അവിടെ പോകണമല്ലോ. ഒരു തവണയെങ്കിലും അവിടെ ദർശനത്തിന് പോയ ആളുകൾക്ക് ശ്രീകോവിൽ എന്താണ് എന്നറിയാം. ആ ഒരു രൂപം കണ്ണിൽ എന്തായാലും ഉണ്ടാകുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഈ കൃഷ്ണശിലയിലുള്ള ദ്വാരപാലകരെ മാത്രം കാണുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് എവിടെ പോയി എന്നൊരു ചിന്തയുണ്ടാകുമല്ലോ. അതിന്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് എന്നുണ്ടാകുമല്ലോ. ഉദ്യോഗസ്ഥർ കെട്ടിയ ഈ കണ്ണ് കെട്ടിയിട്ടല്ലല്ലോ ഇവരാരും അവിടെ പോകുന്നത്. ഇത്രയും കൃത്യമായി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു ചിത്രമുണ്ടല്ലോ. ഒരു തരത്തിലും ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച ഒരു ചിത്രം. ശ്രീ TK രാജഗോപാൽ, അങ്ങേക്ക് കേൾക്കാമോ? ഇപ്പോൾ എനിക്ക് അവസാനത്തെ വരി ഞാൻ കേട്ടില്ല മാധു. ഞാൻ ചോദിച്ചത് വിജിലൻസ് അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനുള്ള വീഴ്ചകളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. കൃത്യമായി അത് എഴുതി വെക്കുന്നുമുണ്ട്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. 14-ാമത്തെ പേജിന്റെ അവസാനം എന്ന് പറയുന്നത്, അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുകൊണ്ട് അങ്ങനെ സാധ്യമാവുകയില്ല. അത് കാണാതെ പോയി എന്നത് വിശ്വസിക്കാൻ കഴിയില്ല. നിയമവിരുദ്ധമായ ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത അത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്രമേൽ ഉത്തരവാദിത്തമില്ലാതെയാണ് അവിടെ പെരുമാറിയത്, അവിടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിറവേറ്റിയത് എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മധു,
ഇന്നിപ്പോൾ നമുക്ക് ചർച്ചയ്ക്ക് മുമ്പ് നമ്മുടെ ചാനൽ സ്ക്രോൾ ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് SIT സന്നിധാനത്തെത്തി എന്ന് തന്നെയാണ്. അവർക്ക് 42 ദിവസത്തെ സമയമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെയാണ് അവിടെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ സന്നിധാനത്തെത്തി തെളിവെടുപ്പ് തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അത് പിന്നെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ മറ്റ് തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വിജിലൻസിൻ്റെ റിപ്പോർട്ടും ഇടതുപക്ഷ സർക്കാരിൻ്റെ ആണല്ലോ ഇപ്പോഴ്. ഈ സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ദേവസ്വത്തിൻ്റെ ചുമതലയും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, കസ്റ്റോഡിയൻ മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയ സത്യമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി മുമ്പാകെ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിൽ SIT രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കളവെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി വരട്ടെ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇന്ന് ദേവസ്വം ബോർഡ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ പ്രസ്താവന, ആ പ്രസ്താവന കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം എന്നൊരു വാചകം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. ശബരിമലയിൽ നടന്ന എല്ലാ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ഉത്തരവാദി ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്തെ ദേവസ്വം ബോർഡാണ് എന്ന് കരുതിയിട്ട് എല്ലാം കൂടെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അദ്ദേഹം വെച്ച വാക്കിതാണ്, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിനകത്തിൽ ഒരുപാട് ആളുകൾ പുറത്തു വരാനുണ്ട്. ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് അസ്ഥികൂടങ്ങളൊക്കെ കബോർഡിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയാണ് അദ്ദേഹത്തിനറിയാം, തീർച്ചയായിട്ടും പത്മകുമാറിന് അറിയാം. അദ്ദേഹം കോന്നിയിലെ എത്രയോ വർഷം നിയമസഭാ സാമാജികനായിട്ടിരുന്ന ആളാണ്. CPMൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. പത്തനംതിട്ട ജില്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ശബരിമലയുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മകുമാറിനറിയാം ആരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ള കാര്യം. അത് ഏത് സമയത്ത് അദ്ദേഹം പുറത്തു പറയണം, അതിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ഇന്ന് വന്നൊരു സൂചനയ്ക്കകത്ത് കണ്ടില്ലേ, അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ സപ്പോർട്ട് കിട്ടുന്നില്ല. ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പൊതുവായിട്ട് നമ്മളെ രാഷ്ട്രീയ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ പത്മകുമാറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പരസ്യമായിട്ട് ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, എനിക്കാരും പിന്തുണ നൽകുന്നില്ലെങ്കിൽ എല്ലാം ഉത്തരവാദിത്വവും എൻ്റെ തലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില പേരുകളൊക്കെ പറയും. അത്തരം സൂചനയാണ് അദ്ദേഹം വന്നിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡ് നയപരമായ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ സർക്കാർ അറിയണ്ടേ. 4 വർഷമായിട്ട് അവിടെ ആചാരത്തിന് വിരുദ്ധമായ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു തുടർഭരണമാണ്. ദേവസ്വം ബോർഡിന് തുടർച്ചയുണ്ട്, സർക്കാരിന് തുടർച്ചയുണ്ട്, സംവിധാനത്തിന് സ്വാഭാവികമായും തുടർച്ചയുണ്ടാകണം. അപ്പോൾ എന്റെ സമയത്തൊന്നും നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കാനുള്ള എല്ലാവരുടെയും ഒരു തിരക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെയായിരുന്നല്ലോ. അയ്യപ്പൻ്റെ യോഗദണ്ഡൊക്കെ എടുത്ത സമയത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. യോഗദണ്ഡ് എടുത്തുകൊണ്ട് പോയ സമയത്ത് പറഞ്ഞത്, ഇനി തന്നേര് ഞാനും എൻ്റെ മകനും കൂടെ ചേർന്ന് അത് നന്നാക്കി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തമാണ് അയ്യപ്പൻ, നമ്മുടെ സ്വന്തമാണ്. അവിടെ ഇരിക്കുന്ന വസ്തുക്കളും നമ്മുടെ സ്വന്തമാണ്. അവിടെ ഇരിക്കുന്ന സ്വർണ്ണമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സ്വന്തമാണ് എന്നൊരു മട്ടിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളെന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് മന്ത്രി പറയണം. നയപരമായ തീരുമാനം എടുക്കുമ്പോൾ ദേവസ്വം മന്ത്രി അറിയണ്ടേ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ചില ഡയറക്ഷൻസിലേക്കാണ്, ചില സൂചനകളൊക്കെയാണ് പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ കേസിലിപ്പം 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. 2 കേസുകളാണ് നടക്കുന്നത്. സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയ ഒരു കേസുണ്ട്. അതേപോലെ തന്നെ കട്ടള ഇളക്കിക്കൊണ്ട് പോയി, അദ്ദേഹം സ്വർണ്ണം പൊതിഞ്ഞ കട്ടള ഇളക്കിക്കൊണ്ട് പോയ മറ്റൊരു കേസുമുണ്ട്. ഈ 2ാം കേസിലാണ് പത്മകുമാറും പിന്നീട് പ്രസിഡൻ്റായി വന്ന N. വാസുവും പ്രതികളായിരിക്കുന്നത്. അദ്ദേഹം ദേവസ്വം കമ്മീഷണറുമായിരുന്നു. അപ്പോൾ N. വാസു എന്താണ് നേരത്തെ പറഞ്ഞത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിനൊരു മെയിൽ അയച്ചിരുന്നിട്ട് പറയുകയാണ്, ശബരിമലയിലെ കുറച്ച് സ്വർണം പൊതിഞ്ഞതിൻ്റെ ബാക്കി എൻ്റെ കൈവശം ഉണ്ടെന്ന്. സ്വർണ്ണം എത്രയാണെന്നൊന്നും പറയുന്നില്ല, കുറച്ച് സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ടെന്ന്. അതായത് ഞാനെന്തോ ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ആൾ ഭീമാ ഭട്ടരുടെ സഹോദരനോ അളിയനോ വല്ലതും ആണോ? ഇതിന് മാത്രം സ്വർണ്ണമൊക്കെ ഇയാടെ ഇവിടുന്ന് വരുന്നതാണ്. അത്തരത്തിലുള്ള വാദങ്ങളാണ്. ആ വാദം വന്ന ശേഷവും ശ്രീ വാസു പറയുന്നത് എന്താണ്? വാസു പറയുന്നത്, ഞാനപ്പോൾ എന്ത് ചെയ്തു, ഇത് നേരെ അടുത്ത തിരുവാഭരണം കമ്മീഷണർക്ക് ഇതിൻ്റെ നോട്ട് തരണമെന്നൊക്കെ പറഞ്ഞ് വിട്ടു എന്ന്. വാസു അങ്ങനെ പറയുന്നൊരു ഉദ്യോഗസ്ഥനല്ല. നമ്മൾ ശബരിമലയിലെ സമരകാലത്തൊക്കെ കണ്ടതാണ്. സർക്കാരിൻ്റെ കാര്യങ്ങളെ ന്യായീകരിക്കാൻ എത്രയോ മുൻപന്തിയിൽ നിന്ന ആളാണ് ശ്രീ വാസു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ നിയമപരിജ്ഞാനം ഉണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഞാനൊരു കടലാസ് മാത്രം എഴുതി താഴേക്ക് വിട്ടെന്നാണ് പറയുന്നത്. എന്ത് അടിസ്ഥാനമാണത്? അത് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയുന്നത് പക്ഷേ ഫോർവേഡ് ചെയ്തപ്പോൾ അതിലെ പല വാക്കുകളും മാറ്റമുണ്ടായിരുന്നു എന്നുള്ളതടക്കം കോടതി വിധിയിൽ നിന്ന് വ്യക്തവുമാണ്. ശ്രീ സുരേഷ് കുമാർ, ഈ റിപ്പോർട്ടിൽ 14ാമത്തെ പേജിൽ അവസാനം പറയുന്നത് ഇതാണ്: നിയമവിരുദ്ധമായ ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം
അത് ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തത് എന്നും കരുതുവാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ആരോപണം പോലുമല്ല, ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയാക്കിയത് 2019 ബോർഡിന്റെ വീഴ്ചയാണ്. തുടർ നടപടി വേണ്ടതുണ്ട്. ഇങ്ങനെയാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ നേരത്തെ ശ്രീ ആർ.വി. ബാബുവിനോട് ചോദിച്ചപ്പോൾ പരാമർശിച്ചിരുന്നു, വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടൊന്ന് വരട്ടെ, അപ്പോഴെന്തോ സംഭവിക്കും എന്നുള്ളതായിരുന്നു. ഒന്നും സംഭവിക്കില്ല അല്ലേ? അല്ല, തുടർ നടപടിയും അന്വേഷണവും നടക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു വഴിയുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്തവരോ ഇതിൽ പങ്കെടുത്ത മറ്റാരെങ്കിലുമോ ഈ അന്വേഷണത്തെ ഏതെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും ഒളിയം പെയ്യുകയോ അഭിപ്രായ വ്യത്യാസമോ വിയോജിപ്പോ രേഖപ്പെടുത്തിയിട്ടില്ല. നോക്കുമോ, അത് ഒരു കാര്യം, നിങ്ങൾ അനാവശ്യമായി ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയുമൊക്കെ, ഞാൻ അതിലേക്ക് വരാം, ഇങ്ങനെ ഇരുട്ടിൽ നിർത്തി വിമർശിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം നിങ്ങൾ ബോധപൂർവം മറക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ 1998-99 കാലത്താണ് ശ്രീ വിജയ് മല്യ ഈ സ്വർണം പൂശുന്നതിനോ പൊതിയുന്നതിനോ ഒക്കെയുള്ള ഒരു സംഗതിയുമായി മുന്നോട്ട് വരുന്നത്, ഒരു വഴിപാടായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അനുമതി കൊടുത്തുകൊണ്ട് ഒരു കത്ത് സ്വാഭാവികമായും കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ആ കത്തിൽ ആരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്? ആ ഒപ്പുവെച്ച ആളുകളല്ലേ പിന്നീട് സ്വർണം പൂശുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പൊതിഞ്ഞ സ്വർണ്ണ ഭാഗങ്ങളിൽ വീണ്ടും പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തത്. അപ്പോൾ അവർക്ക് അന്നവർ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്ന് അവർക്കറിയില്ലായിരുന്നു ഇത് സ്വർണം പൂശിയതോ പൊതിഞ്ഞതോ ആണെന്നുള്ള വസ്തുത അറിയാത്തവരാണോ ഇതിനകത്ത് ഒപ്പിട്ടിട്ടുള്ള മറ്റാളുകൾ? നിങ്ങൾ കൃത്യമായി ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ മറുഭാഗത്തുള്ളവരെ രഹസ്യമായി അല്ലെങ്കിൽ ഒരു തൻ്റെ ആളുകൾ എന്നുള്ള നിലയിൽ അവരെ ചേർത്ത് പിടിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ പുറത്തു വരികയാണ്. ഇതിന് മാത്രവുമല്ല, വിജയ് മല്യ സ്വർണം പതിപ്പിക്കാൻ വന്നപ്പോൾ ഒപ്പുവെച്ച ആളുകളാണോ 2019 ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടപ്പോൾ ഒപ്പുവെച്ചത്? അങ്ങനെയാണോ? അങ്ങനെ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശമുള്ളതായി കാണുന്നില്ല. 98 UB ഗ്രൂപ്പ് ഇത് ചെയ്തപ്പോൾ അവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ചവരാണ് എന്ന് പറയുന്നുണ്ട്. ആളുകളുമല്ല. അല്ലല്ല, മാധു ഇങ്ങനെ ഇടപെട്ടാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റൂല. സ്വർണം, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, പൂശുന്നതിനോ പൊതിയുന്നതിനോ ഒരുപാട് പൂജയും ക്ഷേത്രവിധികളുമുണ്ട്. അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിന്നാ വന്നേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ കൊണ്ടുവന്നേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂർവാശ്രമം എന്തായിരുന്നു? അവിടെ അദ്ദേഹത്തിന്റെ സഹപാഠികൾ ആരായിരുന്നു? ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ഒളിച്ചു കടത്തി ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം പുറത്തു വരട്ടെ. അന്വേഷണം പുറത്ത് വരുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, പിന്നീട് ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കടന്നുകൂടി എന്ന മുറവിളി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങ് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അങ്ങോട്ട് രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണ്? 1998 വിജയ് മല്യ സ്വർണം പൂശിയപ്പോഴും 2019 അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടപ്പോഴും ഒപ്പുവെച്ച ആളുകൾ ഒരേ ആളുകളാണെന്ന് അങ്ങ് പറഞ്ഞു. ആണോ? അല്ലല്ല, ഒരാൾ അത് അറിയാത്തവരുണ്ടാകുമോ? അറിയാത്തവരുണ്ടാകുമോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ ആ ചോദ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഏതറിയാത്തവർ? വിജയ് മല്യ മാധുവിന് ആവശ്യമുള്ള കാര്യം മാത്രം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്റെ യഥാർത്ഥ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരാതിരിക്കാനുള്ള ബോധപൂർവമായ തടയിടലാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ വേണ്ടി അനുവദിക്കണം. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സ്വർണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വാതിലും ജനലും ദ്വാരപാലക ശില്പവുമൊക്കെ ഇളക്കിയെടുക്കുമ്പോൾ ക്ഷേത്ര വിധിപ്രകാരമുള്ള പൂജയും ആരാധനയും അനുമതിയും ഇല്ലാതെ ഇത് ചെയ്യപ്പെടുമെന്ന് മാധു വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇതിലെന്താ മനസ്സിലാവാത്തത്? ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ല, മാധു വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? ഞാൻ അങ്ങനെ പറഞ്ഞു. മാധു മനസ്സിലായില്ല അല്ലല്ല, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം 98 വിജയ് മല്യ സ്വർണം പൊതിയാൻ വന്നപ്പോൾ ആ ഉത്തരവിൽ ഒപ്പുവെച്ച ആളുകളാണ് 2019 ഈ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തപ്പോൾ ഒപ്പുവെച്ചത് എന്ന് അങ്ങ് പറഞ്ഞു. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് അന്ന് ഒപ്പുവെച്ചവർ, ഇന്ന്
ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് കൃത്യമായി അത് മറുപടി പറഞ്ഞില്ല. അതൊന്നെന്ന് പറയുന്നത് ദ്വാരപാലക ശില്പം ആരാണ് ഇതിനിടയ്ക്ക് ശല്യപ്പെടുത്തുന്നത്? എന്തിനാ ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങൾ മുഖ്യമന്ത്രിയെ അടക്കം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? നിങ്ങൾ ഈ സഹിഷ്ണുതയില്ലായ്മ ആദ്യം മാറ്റിവെക്കുക. ദ്വാരപാലക ശില്പം മുഖ്യമന്ത്രി പറഞ്ഞതിനെയാണ് വിമർശിച്ചത്. നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയൂ. താന്ത്രിക നിങ്ങൾ മിണ്ടാകണം. നിങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് പറയേണ്ടി വരും. ഇവിടുത്തെ ക്ഷേത്ര അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ 7000 കോടി രൂപ അതിലേക്ക് പോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലും ഞാൻ സംശയം ഉന്നയിച്ചാൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തില്ല. ദയവേത് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കരുത് പ്ലീസ്. അങ്ങ് പറയൂ ശ്രീ. ഇദ്ദേഹത്തിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് നരേന്ദ്രമോദിയിലേക്ക് പോകുന്നത്. പക്ഷേ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയാണ് അഭിപ്രായം. കാര്യമുണ്ട്. നിങ്ങൾ പറയുന്നിടത്ത് നിർബന്ധമുണ്ടല്ലോ. നിങ്ങളുടെ നിർബന്ധമുണ്ടല്ലോ. നിങ്ങൾ നടത്തുന്ന കൊള്ളയോളം ഈ രാജ്യത്ത്, ഈ ലോകത്ത് മറ്റാരും നടക്കുന്നില്ല. നിങ്ങളാണ് ചർച്ചയെ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടത്തുന്ന കൊള്ളയോളം അങ്ങനെ വിഷയം മാറ്റി പോകരുത്. ഞാൻ അനുവദിക്കില്ല അതിന്. അങ്ങനെ വിഷയം മാറി പോകരുത്. എനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനോട് ക്ഷമിക്കണം. ഞാൻ വളരെ താഴ്മയോടെ അങ്ങോട്ട് പറയുന്നു. ഇല്ല അങ്ങ് കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അടിയന്തരാവസ്ഥയിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇല്ല ദയവ് ചെയ്ത് പോകരുത്. ആളുകളാണ് വന്നിരുന്നത് കൊള്ളയെ ന്യായീകരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം, ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പം ഇളക്കിയെടുക്കുമ്പോൾ താന്ത്രിക വിധിപ്രകാരമുള്ള അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് ആരെങ്കിലും അനധികൃതമായി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വരും. പുറത്തു വരും. രണ്ടാമത്തെ കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവാണ്. 2007 അദ്ദേഹം അവിടെ എത്തിച്ചേർന്നതെന്നാണ് ഞാൻ കൃത്യമായിട്ടുള്ള ഇയർ എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം എത്തിച്ചേർന്നതെന്നാണ് പറയുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തിന് ഒരു പൂർവാശ്രമം ഉണ്ടായിരുന്നു. ആ പൂർവാശ്രമത്തിൽ ഇന്ന് ശബരിമലയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അവിടെയും ഉണ്ടായിരുന്നു. രഹസ്യമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദ്വാരപാലക ശില്പം വിടന്ന് പൊളിച്ച് കടത്തിയതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യമായി ഇതിനകത്ത് കടത്തി വിടുന്നത്. അതാരാണെന്ന് ഈ അന്വേഷണത്തിലൂടെ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചർച്ച ചെയ്യാമത്. ഞാൻ അങ്ങയോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, മാധു ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, 1998-99 കാലത്ത് ശ്രീ വിജയ് മല്യ അവിടെ സ്വർണം പൂശുമ്പോൾ ഈ പറയുന്ന ചില വ്യക്തികൾക്കെങ്കിലും അറിയാമായിരുന്നു ഇത് മൊത്തം സ്വർണമാണെന്ന്. അവിടെ ഇളക്കിയെടുക്കുമ്പോൾ അവർക്കറിയില്ലായിരുന്നു ഇത് സ്വർണ്ണമുണ്ട് എന്നുള്ളത്. പിന്നെ എങ്ങനെ ചെമ്പുവാളി എന്ന് പറഞ്ഞ് ഇളക്കിയെടുത്തപ്പോൾ അവർ അതിനടിയിൽ ഒപ്പുവെക്കുകയോ അനുമതി കൊടുക്കുകയോ ചെയ്തു? അല്ലെങ്കിൽ താന്ത്രിക വിധിപ്രകാരമുള്ള ഞാൻ അങ്ങയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനത് ആവർത്തിച്ച് അങ്ങയോട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങാണ് പറഞ്ഞത് 98 ഉണ്ടായിരുന്ന അതേ ഉദ്യോഗസ്ഥരാണ്. ഇത് ഭയങ്കര കള്ളക്കളിയാണ് കേട്ടോ. അവിടെ നിങ്ങൾ സെലക്റ്റീവ് ആകുന്നു. അല്ലല്ല മാധു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സെലക്റ്റീവ് ആകുന്നു. ചില ആളുകളെ നിങ്ങൾ ഞാൻ എന്റെ താല്പര്യപ്രകാരം ബിഹാറിന്റെ കണ്ടം നിർത്തിയ ആളാരാണ്? അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പറയാൻ അനുവദിക്കാതെ വ്യഗ്രത കാണിക്കുന്നു. മറച്ചുപിടിച്ചത് ആരെയാണ്? 98 സ്വർണം പൂശിയപ്പോൾ അവിടെ ഒപ്പുവെച്ച ആരൊക്കെയാണെന്ന് അങ്ങേക്കറിയാമോ? 98 കാണിക്കുന്നുണ്ടല്ലോ. അങ്ങ് ഇപ്പോൾ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഇത് ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാതെ 98 ഒപ്പുവെച്ച ആളുകളും 2019 ഒപ്പുവെച്ച ആളുകളും ഒരേ ആളുകളാണെന്ന് അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞു. അങ്ങേക്ക് 98 ഒപ്പുവെച്ച ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? ഒറ്റൊരാളുടെ പേര് പറയാൻ പറ്റുമോ? അല്ലല്ല, അത് ടങ് സ്ലിപ്പായി ചില കാര്യങ്ങൾ വീണുപോയാൽ അതിനെ എന്തൊരു അനീതിയാണിത്? ഞാൻ വിനയപൂർവ്വം അങ്ങോട്ട് പറയുന്നു, അങ്ങയുടെ ഊഴം അങ്ങ് ക്ഷമിക്കണം. ശ്രീ ആർ വി ബാബു പ്ലീസ് ദയവേത് ഞാൻ ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദയവ് ചെയ്ത് ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടി ഒന്ന് പോയിക്കോട്ടെ. ശ്രീ ആർ വി ബാബു,
ഇതിൽ പൂജകളുടെ കാര്യം പറയുന്നുണ്ട്. ജയറാം ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിൽ കൊണ്ടുപോയി അജികുമാറിന്റെ വാളകത്ത് വീട്ടിലെത്തിച്ചു. അവിടെ ഒരു സർപ്പക്കാവിൽ വെച്ച് പൂജ നടത്തി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. പത്മകുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നല്ലോ, യോഗദണ്ഡുമായി ബന്ധപ്പെട്ട വാർത്ത. അത് ശബരിമലയുടെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല, മകൻ ഒരു വഴിപാട് എന്ന നിലയ്ക്ക് നടത്തിയതാണ് എന്ന് പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഉത്തരവുകളെല്ലാം കണ്ടില്ലേ? ദേവസ്വം പ്രസിഡന്റ് ഇന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ 4 ഉത്തരവുകൾ അതുമായി ബന്ധപ്പെട്ട് നൽകാം, അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ ഉത്തരവുകൾ തന്നു. അതിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ ഇതെന്താണ്? ഇത് ശ്രീശങ്കർ പത്മൻ എന്ന് പറയുന്ന ആളുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ നല്ല സ്വർണം വെച്ച് യോഗദണ്ഡ് ചുറ്റാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട ബഹുമാനമുള്ള ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യോഗദണ്ഡ് എന്ന് പറയുന്നത് അയ്യപ്പന്റെ സന്യാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതിൽ സ്വർണം ചുറ്റേണ്ട കാര്യം പോലുമില്ല. അത് വളരെ ലാളിത്യത്തോടു കൂടി ഒരു രാജകുമാരൻ എല്ലാം ഉപേക്ഷിച്ച് യോഗനിദ്ര പൂടുമ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന വസ്തുവാണ്. അതിൽ ഈ പറയുന്ന ആർഭാടത്തിൻ്റെതായ ഒരു കാര്യവും ആവശ്യമില്ല. ഇതൊന്നും വിശ്വാസപരമായോ അല്ലെങ്കിൽ അതൊന്നും ശാസ്ത്രീയമായോ പറഞ്ഞു കൊടുക്കാൻ ഉള്ള ആളുകളൊന്നും അവിടെ ഇല്ലാതെ പോകുമോ ഇതൊക്കെ ചെയ്യുമ്പോൾ? അല്ല, തീർച്ചയായിട്ടും ഇതൊക്കെ ആസൂത്രിതമായി നടത്തുന്ന കാര്യങ്ങളാണ് മാധു. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം അവിടെ ഉണ്ടായതും അല്ലെങ്കിൽ എങ്ങനെ ഈ സ്വാധീനം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു അടുപ്പം ഉണ്ടായത്? കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ് എനിക്ക് ആളെ അറിയില്ല എന്നായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും വളരെ അടുത്ത ബന്ധങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞത്, ഇത്തരം ആളുകൾക്ക് അവിടെ എല്ലാ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതിന് ദേവസ്വം ബോർഡിനും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ തികച്ചും പങ്കുണ്ട്, ആർക്കൊഴിയാൻ പറ്റില്ല. ഇപ്പോ ശബരിമലയെ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പത്മകുമാറിന്റെ ഈ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യോഗദണ്ഡ് യുണിലേറ്ററായിട്ട്, അതായത് ഏകപക്ഷീയമായിട്ട് മകനെ കൊണ്ട് നന്നായിക്കാൻ തീരുമാനിക്കുന്നു, അത് സ്വർണം പൂശാൻ തീരുമാനിക്കുന്നു. ആ യോഗദണ്ഡിന് സ്വർണം ആവശ്യമാണോ അല്ലയോ അതൊക്കെ വിദഗ്ധന്മാർ പറയേണ്ടതാണ്, എനിക്കറിയില്ല. അപ്പോ അതിന് ആരെ അനുവാദം കൊടുക്കുന്നേ? ഇപ്പൊ ഇവിടെ നമ്മൾ ആരെയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ മാധുവിനോട് ചോദ്യം ചോദിക്കുന്നു, അതായത് ചിലരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഞാനിവിടെ ഉത്തരവിന്റെ കോപ്പി വായിച്ചപ്പോൾ ആർക്കൊക്കെ അതിൽ പങ്കുണ്ടായിരുന്നു എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ, അല്ലെ? തന്ത്രിയുടെ പേരടക്കം ഞാൻ പറഞ്ഞു, പേരല്ല, തന്ത്രി, ശബരിമല തന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. നമ്മൾ ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെ ശബരിമലയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചവരാരൊക്കെ? അത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം മാധു, അത് ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇതിന്റെ രാഷ്ട്രീയമായ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകേണ്ടി വരും തീർച്ചയായിട്ടും. കാരണം ഇത് ദേവസ്വം ബോർഡിന്റെ തീർച്ചയായും ദേവസ്വം ബോർഡ് മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഈ ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ ഒരു അന്വേഷണവും കൂടാതെ ഇപ്പൊ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയ്ക്ക് ചെയ്തതാണോ സ്വർണം പൂശിയത്? അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്തു? സ്വർണം പൂശാൻ വേണ്ടി സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു, ആളുകൾ ഇന്ന് പണം വാങ്ങി. അപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമാണോ ശബരിമലയിൽ? എന്ന് വെച്ചാൽ ശബരിമലയുടെ വിശ്വാസത്തെ കച്ചവട ചരക്കാക്കാൻ കൂട്ടുനിന്നാണ്. അത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണോ? അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നേതൃത്വം അതിൽ പങ്കാളികളല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ മാത്രം ഒതുങ്ങുന്നതാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക് കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. അതിന് സാധിക്കുമോ SITക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് സാധിക്കണം, എങ്കിൽ മാത്രമേ ശാശ്വതമായി ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് എന്ന് തന്നെ പരാമർശം ഉണ്ടായിരിക്കുന്നു. SITയുടെ FIR പ്രകാരം ദേവസ്വം ബോർഡിനെ പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്രയെങ്കിലും എത്തിയല്ലോ എന്ന് സമാശ്വസിക്കുകയാണ് ഉത്തമമെന്ന് തോന്നുന്നു. ശ്രീ മഹേഷ് പണിക്കർ, കാലഘട്ട നിർണയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെ വരികയാണ് എങ്കിൽ അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ജസ്റ്റിസിനെ. അപ്പോൾ ഈ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ കാലഘട്ടം നിർണ്ണയിക്കുക എന്നതൊക്കെ അതിന്റെ പരിഗണനയിൽ വരിക എന്നുണ്ടോ? കാരണം അവിടെ നിന്ന് പോയത് തന്നെയാണോ അവിടെ തിരികെ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സംശയാസ്പദമായ സാഹചര്യമുണ്ട്. അദ്ദേഹം അവിടെ സന്ദർശനം നടത്തി. നമുക്കതങ്ങനെ ഈ നമ്മുടെ വെറും കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു രീതി? അല്ല, അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്വർണം നമ്മളിപ്പോൾ ഒരു 10 കിലോയുടെ ഒരു സ്വർണം
പഴയത് അങ്ങോട്ട് മാറ്റിയിട്ട് അതേ 10 കിലോയുടെ സ്വർണം തിരിച്ചു വെച്ചാൽ അത് ഈക്വൽ ആകത്തില്ല. കാര്യം ഇതിനൊരു ഡിവൈൻ വാല്യൂ ഉണ്ട്, ഒരു ആൻറ്റിക് വാല്യൂ ഉണ്ട്. ഈ ഡിവൈൻ വാല്യൂയും ആൻറ്റിക് വാല്യൂയും അതതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ട് ചില പവിഴങ്ങൾ, ചില രത്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതൊന്നും നമുക്കിപ്പം നോർമലി ഒരു രീതിയിൽ അങ്ങോട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം ഇത്ര ഗ്രാം ഉണ്ടോ, തൂക്കി ഇത്ര ഗ്രാം സ്വർണ്ണം തന്നെ ഉണ്ട്. അപ്പം അതതിൻ്റെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അങ്ങനത്തെ ചില തട്ടിപ്പുകളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവരോടൊപ്പം, അതായത് സ്വർണ്ണത്തിൻ്റെ തൂക്കവും അളവും അതിൻ്റെ പ്യൂരിറ്റിയും ഒക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ ഒരു ഡിവൈൻ വാല്യൂ, കാര്യം ഇത് എത്ര വർഷം ഇവിടെ ഇരുന്നതാണ്, ഇതല്ലേ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെ ഇതിൻ്റെ വർക്കിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുടെ 2 കാര്യങ്ങൾ, അതൊരു ആൻറ്റിക് വാല്യൂ, പഴക്കമുള്ള വസ്തുക്കൾ, വളരെ പുരാതനമായിട്ടുള്ള. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ആ യോഗദണ്ഡിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത്. അതൊരു ചൂറിലായിട്ട്, കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ട് അതൊരു ചെറിയ ചൂറിലായിരുന്നു. ഞാനെടുത്ത് അതിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഒരു 18 ചുറ്റി സ്വർണ്ണം കെട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ അത് ആക്ച്വലി എബണി എന്ന് പറഞ്ഞ മരം, അത് കരിങ്ങാലി എന്നൊക്കെ പറയും. കരിങ്ങാലിയുടെ മരത്തിനകത്ത് അത് ആനക്കൊമ്പിൻ്റെയൊക്കെ കെട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ആക്ച്വലി എന്തിനായി യോഗിമാരെ, നമ്മൾ പഴയ മഹർഷിമാരെയൊക്കെ കാണുമ്പോൾ ഒരു വളഞ്ഞ ട്യൂണിംഗ് ഫോർക്ക് പോലെ മേളി വളഞ്ഞ ഒരു സന്യാസിയുടെ കയ്യിൽ അതും കാണും, ഒരു പാത്രവും കാണും, കമണ്ടലു എന്ന് പറയുന്നൊരു പാത്രവും കാണും, ഇതും കാണും. ഇവരെന്തിനാണ് ഇതുകൊണ്ട് കിടക്കുന്നത്? ഇത് ഇവരുടെ ഈ എടാ പെങ്കിള എന്ന് പറഞ്ഞ നാടികളിലേക്ക് അവർക്ക് വേറൊന്നുമില്ല, അവർ പ്രാണനിൽ കൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രോമിനൻ്റ് മൂക്ക്, നമ്മളിപ്പോൾ ശ്വാസം വിടുമ്പോഴത്തേക്ക് ഒരു മൂക്കിൽ കൂടെ ആയിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് ശ്വാസം വരുന്നത്. അതിനെ സ്വിച്ച് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത്. ചിലപ്പോൾ ഇടത് കൈ വെക്കും, ചിലപ്പോൾ വലത് കൈ വെക്കും. ശാസ്താവിനെ സംബന്ധിച്ച് ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ അയ്യപ്പൻ്റെ കാര്യമാണ് പറയുന്നത്. അയ്യപ്പന് കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള യോഗാഭ്യാസം, യോദ്ധാവിൽ നിന്ന് യോഗിയിലേക്ക് മാറിയതാണ്. അത് വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 16 വയസ്സൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ഒരു യോഗിവര്യനായി മാറി. ആ യോഗിവര്യനെ വെച്ച് അദ്ദേഹത്തിന് ആയുധം വേണ്ട. അവിടെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിനകത്ത് വാളോ വരിജയോ അല്ലെ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. അതിൻ്റെ അപ്പുറത്തൊരു യോഗിയിലോട്ട് അവസ്ഥയിലെടുത്ത് ഈ യോഗാവസ്ഥയിൽ എത്തുകയെന്ന് വെച്ചാൽ എല്ലാ ചരാചരങ്ങളെയും വന്യമൃഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തി. അത് ഇങ്ങനത്തെ ഒരു ടൂളാണ്. ഈ ടൂൾ വളരെ, അതൊരു ആയുധം തന്നെയാണ്. പക്ഷേ ആ ആയുധത്തിൻ്റെ ഉപയോഗം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മൂർച്ചയുള്ള അല്ലെ അങ്ങനെ ചെയ്യുന്നതല്ല. അതിനപ്പുറത്ത് ഇത് മാനസിക തലത്തിലുള്ള വളരെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ ഒരു വില അത് അമൂല്യമാണ്. അതിനകത്തൊരു ഈ പറഞ്ഞ നമുക്കൊരു ഇത്ര ഗ്രാമിൻ്റെ സ്വർണ്ണം അല്ലെ ഇന്ന മെറ്റീരിയലിൻ്റെ വിലയോ അല്ല. അതിന് പകരം സ്വർണ്ണം കൊണ്ടൊരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ അത് ഈക്വലൻ്റ് ആകത്തില്ല. അതുപോലത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇത് അയ്യപ്പന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിന് ഇത്രയാണ് വില, അത് മനസ്സിലാക്കുന്ന രീതിയിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കത്തക്ക രീതിയിലൊരു അന്വേഷണം അവിടെ നടക്കണം. അങ്ങനത്തെ ഒരു കണക്കെടുപ്പ് നടക്കണം. നമ്മളിപ്പോൾ സ്വർണ്ണം അന്ന് 100 കിലോ ഉണ്ടായിരുന്നു, ഇന്ന് 100 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ടാലി ആകത്തില്ല. കാര്യം ആ 100 കിലോയിൽ ആ ഇപ്പം രാജാവ് കൊടുത്ത കാര്യമുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണെങ്കിൽ മൺറോ സാഹിബ് കൊടുത്തൊരു വളയുണ്ട്. ഈ മൺറോ സാഹിബ് കൊടുത്ത വള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തോ അസുഖം വന്നപ്പോഴത്തേക്ക് പുള്ളി ആദ്യം കുറേ അതിൻ്റെ അക്കൗണ്ട്സ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഭാര്യയ്ക്ക് എന്തോ രക്തസ്രാവം പോലെ എന്തോ സംഭവം വന്നു. പുള്ളി മേടിച്ചിട്ട് തിരിച്ചൊരു വള, അതിൻ്റെ പരിഹാരമായിട്ടൊരു വള കൊടുത്തു. ആ വള മാറ്റിയിട്ട് അതേ തൂക്കത്തിൽ മറ്റൊരു വള അവിടെ വെച്ച് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ആൻറ്റിക് വാല്യൂ വരുന്നില്ല. അതൊരു ആൻറ്റിക് പീസാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ യോഗദണ്ഡിൻ്റെ കാര്യം. ഞാൻ അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാര്യം ഇതിനൊരു കണക്കെടുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ അവിടുത്തെ വാഹനം, അതൊരു വെള്ളിയിലുണ്ടാക്കിയ വാഹനമാണ്. തന്ത്രദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. തന്ത്ര സംശയം അനുസരിച്ചൊക്കെ ശരിയാണ്. പക്ഷേ അതൊരു ആൻറ്റിക് വാല്യൂ ആണ്. ഒരു എത്രയോ നൂറ്റാണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ മേളിലിരുന്ന മറുപടി പറയണം. ഇതിപ്പോ അങ്ങനെ വാജിവാഹനം മാറ്റുന്ന സമയത്ത് അത് അങ്ങനെ സൂക്ഷിക്കാൻ പാടുണ്ടോ? ഒരിക്കലും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റെന്തെങ്കിലും ഉപകരണമാക്കി മണിയാക്കി അവിടെ ഒരു മറ്റൊരു അത് ഉടച്ചു വാർക്കണം. അദ്ദേഹം സൂക്ഷിച്ചില്ലെങ്കിൽ അത് പിന്നുള്ള കാലത്തും അത് പ്രശ്നമാണ്. കാര്യം അത് തട്ടിക്കൊണ്ട് പോകാനൊക്കെ ആൾക്കാർ വരും. നമ്മൾ പിന്നെ മറ്റൊരു വാർത്ത കേൾക്കണം, അതിൻ്റെ ഇത്ര കോടിക്ക് വിറ്റു, മറ്റേത് വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം അതിനൊരു വാല്യൂ വേറെയാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ദേവന്റെ ഉപയുക്തമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പാത്രങ്ങളോ മണിയോ അല്ലെ മറ്റേ ജീവേലി ബിംബങ്ങളുടെ തേരോ ഒരുപാട് കാര്യങ്ങളായിട്ട് മാറ്റാൻ പറ്റും. വെള്ളിയല്ലേ അത്, ആ വെള്ളി എടുത്തിട്ട് വേറൊരു സ്ഥാനത്തോട്ട് മാറ്റാൻ പറ്റും, വേറൊരു ഉപകരണമായിട്ട് മാറ്റാൻ പറ്റും. അയ്യപ്പന് ഉപയോഗത്ത് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മരമാണെ ദഹിപ്പിക്കും, ശിലയാണൊക്കെ എത്തിക്കൊണ്ട് കളയും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കുറേ ഇതൊക്കെ. നമ്മൾ പിന്നെ പഴയ ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ കുറച്ച് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ തന്ത്ര സംശയത്തിലും കുഴിക്കാട്ട് വെച്ചതിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈ ബ്രാഹ്മണന് കൊടുക്കണം, പുള്ളി കാപ്പുണ്ടാക്കി ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കാപ്പുണ്ടാക്കി ഇടുവാണെങ്കിലും ഒരു 1 or 2 കുറച്ച് ഇതിൽ ഇട്ടിട്ട് ബാക്കി സാധാരണ അങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. ഈ നിയമങ്ങൾ വെച്ചിട്ടാണ് ഇവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു താന്ത്രികപരമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അവകാശമായിട്ടൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ബേസുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല കൂടി പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ശ്രീ PS പ്രശാന്തിന്റെ ഇന്നത്തെ ഒരു പ്രതികരണം നമുക്കൊന്ന് കാണാം. ശരി ആയിക്കോട്ടെ. ഒറ്റയ്ക്ക് ഉള്ളിൽ കൊടുത്തുവിടുന്നുള്ള എൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു. എന്താ സംശയം? ഞാൻ ആത്മവിശ്വാസത്തോട് പറയുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചത് പിന്നെ സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ തരാൻ പറ്റും? ഇത് കേക്ക് വെക്കാൻ ഞാൻ പറഞ്ഞു, അതെങ്ങനെ കൊടുത്തുവിടാൻ പറ്റും? ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു.
അപ്പോൾ പുള്ളി പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളിലാണ് തന്നുവിട്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരിക്കും, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തരാൻ പറ്റും. നിങ്ങളങ്ങോട്ട് വന്നേക്കൂ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊന്നും വഹിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ് എന്തിനാണ് വഹിക്കുന്നത്? നിങ്ങൾ വഹിക്കേണ്ട കാര്യം എന്താ? അത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമല്ലോ എന്ന് പറയുകയും അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അത് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല. ശ്രീ ടി കെ രാജഗോപാൽ, സ്വാഭാവികമായും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തവണ പറ്റില്ല, കഴിഞ്ഞ തവണ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ്. അതായത് എൻ്റെ അടുത്ത് നടക്കില്ല, മുൻപ് അത് നടക്കുമായിരിക്കും എന്നുള്ളത് കൂടി. ശ്രീമതി മാധി, ഈ ഒരു വാക്കിൽ കൂടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അറിയാതെ ഇതിനകത്തിലേക്ക് കക്ഷിയാകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിനോട് 2024 ചോദിച്ചിരിക്കുന്നു, ഈ പറയുന്ന പാളി, ഞാൻ സ്വർണ്ണപ്പാളി അന്ന് ഇളക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് അനുവാദം കിട്ടിയല്ലോ, പിന്നെ താങ്കൾക്ക് എന്താണ് പ്രശ്നമെന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് ഇപ്പോൾ സംശയം തോന്നിയിരുന്നില്ല, അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് അന്നൊരു സംശയം തോന്നേണ്ടതല്ലേ? ഇപ്പം ഞാൻ ക്ലിയറാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ കാലത്തൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു സത്യം. അന്നത്തെ ദിവസം കൂടെ ഉറപ്പായിട്ടും തോന്നേണ്ടതാണ്. കാരണം അവരുടെയൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പം CPM പ്രതിനിധിയും പറയുന്നത് എന്താണ്, വേറെ ചില ദുസ്സൂചനകളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ അറിയണമെന്നാണ് പറയുന്നത്. 2007 അദ്ദേഹം ഇവിടെ സന്നിധാനത്ത് വരുന്നതിന് മുമ്പുള്ള പൂർവ്വകാല ചരിത്രങ്ങൾ, അതിനകത്ത് ചില ദുസ്സൂചനകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബാംഗ്ലൂരിലൊരു ക്ഷേത്രത്തിലായിരുന്നു. ഈ വിഗ്രഹങ്ങളൊക്കെ പിന്നെ സ്വർണ്ണപ്പാളികളൊക്കെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ തന്ത്രിസ്ഥാനത്ത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റായിരുന്ന ശ്രീ പത്മകുമാർ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ബഹുമാന്യരും ആരാധ്യരുമായ ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാകാം എന്നൊക്കെ ചില സൂചനകൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത്തരത്തിലുള്ള തിരക്കഥ ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ശബരിമല പിന്നെ അയ്യപ്പ ക്ഷേത്രങ്ങളുടെ എല്ലാം താന്ത്രിക സ്ഥാനം വഹിക്കുന്ന താഴ്മൺ തന്ത്രിമാരാണ്. അവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയും താന്ത്രിക സ്ഥാനം അവർക്കാണുള്ളത്. ഇനി അവരെ കൂടി ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നുണ്ടോ എന്നിട്ട് സംശയിക്കുകയാണ്. എനിക്കൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്. 2007 ആണ് അവിടെ വന്നത് എന്ന് അദ്ദേഹം പിന്നീട് പെട്ടെന്ന് തീയതി ഓർമ്മയില്ല എന്ന് പറഞ്ഞു. 2007 ആരുടേതാണ് ഉത്തരവാദിത്തം എന്നതുകൂടി വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. എന്തായാലും ഈ വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി എണ്ണയിട്ട് പറഞ്ഞിരിക്കുന്നതും അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതുമായ ഒരു കാര്യം, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായത് നടപ്പിലാക്കാൻ കഴിയില്ല. അതിൽ കൃത്യമായ ഗൂഢാലോചനയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ നടപടി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.